ഈ വർഷത്തെ ഹജ്ജിനായി ഹജ്ജാജിമാരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത വരികയാണ്. ഹാജിമാർക്ക് ഒരുക്കിയിട്ടുള്ള താമസ സ്ഥലമായ അസീസിയയിൽ SKSFന്റെ വിക്കായ പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന് കീഴിലെ ഹജ്ജ് കോട്ടയിൽ എത്തിയ ആദ്യ വിമാനത്തിലെ 166 അംഗങ്ങളെ സ്വീകരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സുപ്രഭാതം സൗദി ലേഖകൻ സലാം കൂടരഞ്ഞി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 166 ഹാജിമാരാണ് താമസ സ്ഥലമായ അസീസിയയിൽ എത്തിയത്. ഇവരെ വിക്കായ പ്രവർത്തകർ സ്വീകരിച്ചു. 20-ന് പുറപ്പെട്ട ഹാജിമാർ ഇന്ന് പുലർച്ചെ 5 മണിയോടെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയ സംഘം ഏകദേശം 9 മണിയോടെയാണ് മക്കയിൽ എത്തിച്ചേർന്നത്. അസീസിയയിൽ 182-ാമത്തെ ബിൽഡിങ്ങിലാണ് ഹാജിമാർ താമസിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം എത്തിയതു മുതൽ ഹറമിലും അസീസിയയിലും ഹാജിമാർ ബസ് കയറുന്ന ബാബ് അലി, മഹബസ് ജിൻ, അജിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിംഗ്, നൈറ്റ്, മെഡിക്കൽ വിംഗ് തുടങ്ങിയ ബാച്ചുകളിലായി 300ഓളം പ്രവർത്തകർ സജീവമാണ്. ഇന്ത്യൻ എംബസി ഓഫീസർമാരും മുത്തവഫും SIC, വിക്കായ, KMCC, OICC, നവോദയ, തനിമ, RSC തുടങ്ങിയ വിവിധ സന്നദ്ധ സേവന സംഘങ്ങളും ചേർന്ന് ഗിഫ്റ്റുകളും മുസല്ല, മധുരപലഹാരങ്ങൾ തുടങ്ങിയവയും നൽകി ആദ്യ മലയാളി സംഘത്തെ സ്വീകരിച്ചു. സമസ്ത ഇസ്ലാമിക് സെന്റർ, സൗദി നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ മദീന, ജിദ്ദ, റിയാദ്, ദമാം, തായിഫ് തുടങ്ങിയ വിവിധ പ്രവിശ്യകളിൽ നിന്നായി 1000-ൽ പരം പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. SIC നാഷണൽ സെക്രട്ടറി ഫരീദ് ഐക്കരപ്പടി, ഹറമൈൻ സോൺ പ്രസിഡന്റ് സയ്യിദ് സിദ്ദീഖ് തങ്ങൾ പാണക്കാട്, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സിറാജ് പേരാമ്പ്ര, സയ്യിദ് മൻസൂർ തങ്ങൾ, മുനീർ ഫൈസി മാമ്പുഴ, മക്ക വിക്കായ ഹജ്ജ് സമിതി ചീഫ് കോർഡിനേറ്റർ നൌഫൽ തേഞ്ഞിപ്പലം, ജോയിന്റ് കൺവീനർ ഇബ്രാഹിം പണാളി, സക്കീർ കോഴിച്ചന, ക്യാപ്റ്റൻ ഉമ്മർ മണ്ണാർക്കാട്, വൈസ് ക്യാപ്റ്റന്മാരായ യൂസുഫ് കൊടുവള്ളി, ഫിറോസ് ഖാൻ ആലത്തൂർ, മുഹമ്മദ് കടാമ്പുഴ, എമർജൻസി ടീം അംഗങ്ങളായ ബഷീർ AK, നിസാർ ചുള്ളിയോട്, മരക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.